ഇൻഹെറൻ്റ്ലി ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഈ കുട്ടിത്തം നമ്മുടെ കോൺഷ്യസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഒരു സ്ത്രീക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യൻ ഒരാണ് ഫീൽ ചെയ്യുന്ന പെയിനേക്കാളും 50 ഇരട്ടിയോളം കൂടുതൽ സഹിക്കാൻ പറ്റുന്ന ഒരു ബോഡിയുള്ള ആളാണ്. ഡെലിവറി പെയിൻ എന്ന് പറയും. 2 പ്രാവശ്യം അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ട് എങ്ങനെ വന്നാലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എപ്പോഴും സ്ത്രീ സ്ട്രോങ് തന്നെയാണ്. പിന്നെ ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഐ എം ജസ്റ്റ് എ കാറ്റലിസ്റ്റ്. അതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ അടി പതറും അല്ലേ നമ്മളെ കൂടെ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ എൻ്റെ മൈൻഡൊക്കെ ഔട്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഞാൻ അങ്ങനെ എന്താണ് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനും നമ്മളെ കൂടെ ആളില്ലാണ്ടിരിക്കുമ്പോൾ ഒരുപാട് അവസ്ഥകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. എന്താ പറഞ്ഞാൽ ഞാൻ മരുന്ന് വരെ കഴിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ എന്താണ് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരാൾ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഇപ്പോൾ എന്ത് സങ്കടം വരുമ്പോൾ ഒന്നും അല്ല എന്ന് മാറ്റിത്തരാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും. പിന്നെ ഞാൻ പറയും എൻ്റെ നല്ല ഭർത്താവാണ്, നല്ലൊരു അച്ഛനാണ്, മക്കൾക്ക് നല്ലൊരു അച്ഛനാണ് ഞാൻ പറയും. അതെ, ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ സെറ്റിൽ പോയാലും മക്കൾ ഒറ്റക്കാണെങ്കിലും കുഞ്ഞുമോളെ ഞാൻ മക്കളെ പുറത്തു കൊണ്ടുപോവാണേ എന്നും. അതൊക്കെ നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ കിട്ടാത്ത ഒരു മുഹൂർത്തങ്ങളല്ലേ. ഏട്ടാ എനിക്ക് ഇന്നത് വേണം, എന്നൊന്ന് ജസ്റ്റ് പുറത്ത് കൊണ്ടുപോകാം. ഞാൻ മാത്രമായിട്ട് അങ്ങനെ പോകുന്നത് കുറവാണ്. മക്കളെയും കൂടി കൂട്ടും. ഏട്ടൻ തന്നെ പറയും ഒന്നിച്ചു പോവാം, മക്കളെയും കൂടി കൂട്ടിയിട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ വിട്ടിട്ട് എന്നെ മാത്രം വേണം എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. എല്ലാവരും കൂടി ഒന്നിച്ച് പോകണം. ഇപ്പം പോയതും അങ്ങനെ തന്നെയാണ്. ഹൈദരാബാദിൽ പോയതും അങ്ങനെയാണ്. ഏട്ടൻ ഫസ്റ്റ് പോയി, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും മക്കളും കൂടി പോയി. അതും നുണകൾ വന്നു. മക്കളെ കൂട്ടാതെ കൊണ്ട് ഹണിമൂൺ യാത്രയിൽ. ആൾക്കാർക്ക് എങ്ങനെയും കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടി, കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി സത്യം വേണ്ടേ. ഇതൊക്കെ ഞാൻ ഹൈദരാബാദ് പോയത് ഞാൻ നെറ്റ്ഫ്ലിക്സിൻ്റെയും NFTCയുടെയും പേൾ അക്കാഡമിയുടെ കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് വോയിസ് ബോക്സ് എന്ന് പറഞ്ഞ നേഷൻ വൈഡായിട്ട് നടന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഈ നേഷൻ വൈഡ് ട്രെയിനിങ് പ്രോഗ്രാമിൽ രാജേഷ് കാവ, ഞങ്ങൾ 2 പേരായിരുന്നു ട്രെയിനേഴ്സ് ആദ്യം. ടൈം കൺസ്ട്രെയിൻറ്റ് കൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാംസ് മാറ്റി വെച്ച് ഹൈദരാബാദും ചെന്നൈയും സൈമൾട്ടേനിയസ്ലി നടക്കുമ്പോൾ ഞാൻ ഹൈദരാബാദിലും എൻ്റെ സ്റ്റുഡൻ്റായ ഏറ്റവും വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ശ്രീജേഷും കൂടിയാണ് ഞങ്ങൾ ചെന്നൈയും ഹൈദരാബാദും ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഹൈദരാബാദിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ആകെ ആലോചിച്ചത് എന്താണ്, ഇവരൊറ്റയ്ക്ക് നാട്ടിലവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്. ഇഫ് ദേ കം, ഞാൻ ഹൈദരാബാദ് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും ഹൈദരാബാദ് കാണിച്ചു കൊടുക്കാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു 3-4 ദിവസം വി ഗോട്ട് ടൈം. ഇപ്പോൾ റായൽസീമയിലുള്ള അവിടുത്തെ ടൈപ്പ് ഓഫ് ഫുഡ്, പ്രോബ്ലി കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ഈ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ കഴിക്കണം. ഞാൻ ആദ്യമായിട്ട് കഴിക്കും. എനിക്കറിയാം ആകെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. ഇത് മാത്രമേ എൻ്റെ മക്കൾ കളിയാക്കും. അമ്മക്ക് എപ്പം നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിനെ കൂടുതലൊന്നും അറിയില്ല. ചേട്ടൻ്റെ കൂടെ പോയപ്പോൾ വെറൈറ്റി ആയിട്ട് ഫുഡും കാര്യങ്ങളും ബഗാര ബേങ്കനും റാഗി സംഗതിയൊക്കെ അതൊക്കെ അവിടുത്തെ ടേസ്റ്റാണ്. പിന്നെ പ്രോബ്ലി മീഠാപാൻ, ഹൈദരാബാദിലെ മീഠാപാൻ. അപ്പം അങ്ങനത്തെ കുറേ പുതിയ ടേസ്റ്റ്, പുതിയ സ്ഥലം. അവിടെയുള്ള ചാർമിനാർ കാണാൻ പോയി. ഇപ്പോൾ ചാർമിനാർ അവിടെയുള്ള ഇറാനി ചായ കഴിക്കാൻ പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സ്. അവിടെയും പോലീസ് സ്റ്റേഷനിലുള്ള ഓഫീസേഴ്സൊക്കെ വന്നിട്ട് നിങ്ങൾ മറ്റേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അവർ വന്ന് ഫോട്ടോ എടുത്ത് എങ്ങനെ ചെയ്യാതിരിക്കും. തെലുങ്കിലൊക്കെ 150 വയസ്സായ ബാബാജി തട്ടിക്കൊണ്ടുപോയ 30 വയസ്സായ ആക്ട്രസ്. തീർച്ചയായിട്ടും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചാബിലോട്ട് പോകാൻ പറ്റില്ല. കൃഷ്ണന്റെ വിഗ്രഹം മുന്നേ വെച്ച് ചുംബിച്ചു, ഇവനെയൊക്കെ എന്ത് ചെയ്യണം, തല്ലണോ കൊല്ലണോ എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. എൻ്റെ ഭാര്യയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പം ഒന്ന് ഉമ്മ വെച്ച് പറഞ്ഞപ്പോൾ ഉമ്മ വെച്ച് അത്ര വോയിസ് കേട്ടാ മനസ്സിലാവും. അല്ല, അത് പഞ്ചാബിൽ അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവരോട് ഇപ്പം ഈ ഇന്റർവ്യൂ പഞ്ചാബിലുള്ളവരെ കാണാൻ കോയി ഗാലി ചങ്കാജി ബിൽക്കുൽ വധിയ പ്രശസ്തി പഞ്ചാബ് വരെ എത്തി എന്ന് പറയേണ്ടി വരും.